the misconduct of Sri Manikam Tagore, Sri Amrinder Singh Raja Waring, Sri Gurjit Singh Aulia, Sri Hebi Eden Prashant Padole, Sri Dean Karyakos, S. Venkatesh, and Kiran Reddy in utter disregard to the House and the authority of the chair through reaching to the table of Secretary General and other officers in the well of the House and throwing papers on the chair and having been named by the chair, resolved that the above mentioned members may be suspended from the services of the House for the remainder of the session under Rule 3742. प्रश्न यह है कि श्री किरेन रिजिजू द्वारा प्रस्तुत प्रस्ताव को स्वीकृत किया जाए। जो सदस्य प्रस्ताव के पक्ष में है वो हाँ कहे, जो सदस्य प्रस्ताव के विपक्ष में वो ना कहे। मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ, प्रस्ताव स्वीकृत हुआ। प्लीज बी सीटेड, प्लीज बी सीटेड। नो नो, सभा की कार्रवाई बुधवार दिनांक 4 फरवरी 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है। സഭ വീണ്ടും പിരിഞ്ഞിരിക്കുകയാണ്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് വീണ്ടും ഉണ്ടായത്. നേരത്തെ 2 മണിയോടെ വീണ്ടും സഭ ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധി സംസാരിക്കുകയായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യ ചൈന വിഷയം ഉയർത്തിയത് വലിയ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭ 3 മണി വരെ പിരിഞ്ഞത്. 3 മണിക്ക് വീണ്ടും ആരംഭിച്ചപ്പോഴും ശക്തമായ പ്രതിഷേധമായിരുന്നു സഭയിലുടനീളം കാണാൻ കഴിഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയായിരുന്നു. സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പർ എറിഞ്ഞ എംപിമാർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ബിജെപി എംപിമാർക്ക് സസ്പെൻഷൻ എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, എന്താണ് 3 മണിക്ക് സഭ ചേർന്നപ്പോൾ ഉണ്ടായത്? പ്രതിപക്ഷ എംപിമാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണോ? രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം നേരത്തെ അനുവദിച്ചിരുന്നില്ല. പിന്നാലെ വലിയ പ്രതിഷേധം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും പിന്നാലെയാണ് സ്പീക്കറിന്റെ ചെയറിലേക്ക് എംപിമാർ പേപ്പർ കീറി എറിഞ്ഞത്. എന്തായാലും ഈ പേപ്പർ കീറി എറിഞ്ഞ എംപിമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള പരാതിയും അതുപോലെ തന്നെ അതിന്റെ ചട്ടമടക്കം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും സ്പീക്കർ ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. നിരവധി എംപിമാർ, കോൺഗ്രസ് എംപിമാർ, ഡീൻ കുര്യാക്കോസ്, ഹൈബീഡൻ അടക്കമുള്ളവർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മാണിക്കം ടാഗോർ അടക്കമുള്ള കോൺഗ്രസ് എംപിമാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നു. എന്തായാലും സസ്പെൻഷൻ നൽകിയാലും തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ എംപിമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എംപിമാർ ഈ സസ്പെൻഷൻ പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ അറിയിച്ചതിന് പിന്നാലെ വീണ്ടും സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പർ കീറി എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എംപിമാരും അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങളും പ്രതിഷേധിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ നടപടികൾ വീണ്ടും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ ഈ രാഹുലിന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇപ്പോൾ പ്രതിഷേധിച്ച സ്പീക്കറുടെ ചെയറിലേക്ക് പേപ്പർ കീറി എറിഞ്ഞ എംപിമാർക്കാണ് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ദിവ്യ. Yes.